എന്റെ സ്വന്തം നാടായ പയ്യന്നൂരിന്റെ നീണ്ട 16 ദിവസത്തെ മഹോത്സവമാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവം. കുഞ്ഞുനാൾ തൊട്ട് ഓരോ വർഷവും എവിടെയാണെങ്കിലും ഞാൻ മുടങ്ങാതെ കാണാനായി ഓടിയെത്തുന്ന ഈ 16 ദിവസത്തെ ഉത്സവം നമ്മൾ പയ്യന്നൂർക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രാധാന്യമുള്ളതും പ്രിയപ്പെട്ടതുമാണ്. വൃശ്ചിക സംക്രമം മുതൽ 14 വരെ 15 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ആരാധനാ മഹോത്സവം നവംബർ 16 മുതൽ 30 വരെയാണ് നടത്തുന്നത്. സുബ്രഹ്മണ്യ ദേവനെ ഇവിടെ നമ്മൾ പയ്യന്നൂർക്കാർ പെരുമാൾ എന്നാണ് കേട്ടോ വിളിക്കാറ്. താരകാസുര വധം കഴിഞ്ഞ് വിജയശ്രീ ലാളിതനായി ദേവസൈന്യാധിപനായി നിൽക്കുന്ന പെരുമാൾ കവചകുണ്ടലങ്ങളും മാർച്ചട്ടയും കിരീടവും ധരിച്ച് 6 അടി പൊക്കത്തിലുള്ള രൂപത്തിലാണ് ഇവിടെ. പെരുമാളുടെ ഉത്സവം, അതായത് ആരാധന എന്ന് പറഞ്ഞാൽ ശ്രീഭൂതബലിക്കാണ് ഏറെ പ്രാധാന്യം. വർഷത്തെ 22 ആരാധനയാണ് പ്രധാനമായുള്ളത്. കന്യാഭഗവതിയുടെ ചടങ്ങുകളിൽ തുടങ്ങി ഭഗവതിയുടെ എഴുന്നള്ളത്തോടുകൂടിയാണ് ആരാധന തുടങ്ങുന്നത്. ഭഗവതിയുടെ ചടങ്ങുകളിൽ തന്നെയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവതി പാട്ടിന് ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. ആരാധന ചടങ്ങുകൾ വൈകുന്നേരം 5:30 തുടങ്ങും. തുടർന്ന് കേളി, നാദസ്വരം, തായമ്പക, പെരുമാളുടെ അത്താഴ പൂജ, അത്താഴ ശിവേലി, കൊട്ടിപ്പാടി സേവ, നാഗസ്വരം, പഞ്ചവാദ്യം, ചെണ്ടമേളം എന്നിവയാണ് ആരാധനയുടെ കാഴ്ചശിവേലി. എല്ലാ ദിവസവും ഓരോ ചടങ്ങുകളാണ്. വൃശ്ചികം 1, 3, 6, 9, 12 ദിവസങ്ങൾക്കാണ് ഏറെ പ്രാധാന്യം. ഇവിടെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്തെന്നാൽ പരശുരാമ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രമായതിനാൽ രാജകീയ ചിഹ്നങ്ങളോ ആന, കുതിര, കൊടിയേറ്റ്, വെടിക്കെട്ട് അങ്ങനെ ഗാംഭീര്യമുള്ള ഒന്നും തന്നെ ക്ഷേത്രത്തിൽ പാടില്ല എന്നാണ് പ്രമാണം. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്ത് പെരുമാളും പരശുരാമ ഭഗവാനും മുഖാമുഖമാണ് പ്രതിഷ്ഠ ചെയ്ത് നിൽക്കുന്നത്. ക്ഷേത്രത്തോടനുബന്ധിച്ച് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേത്രപാലകനും വൈരജാതനും ശാസ്താവിനും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് പ്രത്യേക സാന്നിധ്യമുണ്ട് എന്നത്. മൂവരും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തായി പെരുമാളെ തപസ്സിരിക്കുകയും വള്ളി സമേതനായ പെരുമാൾ മൂവരെയും വിശിഷ്ട സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രപാലകന് ക്ഷേത്രത്തിൽ പ്രത്യേക സ്ഥാനമാണുള്ളത്. കണക്കപ്പിള്ള എന്ന സ്ഥാനമാണ് ക്ഷേത്രപാലകന് പയ്യന്നൂർ അമ്പലത്തിൽ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അത്താഴ പൂജയ്ക്ക് ശേഷം ദീപാരാധന നടത്തുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഗണപതി, കന്യാഭഗവതി, ശാസ്താവ്, ഭൂതത്താർ, പരശുരാമൻ എന്നിങ്ങനെ ക്ഷേത്രത്തിൽ ഉപദേവതാ പ്രതിഷ്ഠകളും കൂടാതെ ക്ഷേത്രത്തിന് സമീപത്തായി സർപ്പക്കാവുമുണ്ട്. 16 ദിവസത്തെ ആരാധനാ വേളകളിൽ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രൗഢഗംഭീരമായ ചന്ത. എന്റെ കുട്ടിക്കാല ഓർമ്മകളിൽ ആരാധനയെ പറ്റി പറയുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അനുഭവങ്ങളാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ആരാധന കഴിയുന്ന ഈ സമയം ഇത് കുറച്ച് വിഷമമുള്ള സമയമാണ്. അത് ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും. ആരാധന കഴിഞ്ഞ ഈ സമയത്ത് എന്റെ ചെറുപ്പം തൊട്ടുള്ള ഓരോ ആരാധനാ നിമിഷങ്ങളും ഞാൻ ഓർത്തുണ്ട്.